ജനാധിപത്യ സംരക്ഷണത്തിനും ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിനും അഴിമതിക്കെതിരായ പോരാട്ടത്തിനും രാഷ്ട്രനിർമ്മിതിക്കും നാടിനെ കെട്ടിപ്പടുക്കാനുമെല്ലാം വളരെ അധ്വാനിച്ച ഒരു കൂട്ടരാണ് മാധ്യമ പ്രവർത്തകർ. മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും വിജ്ഞാനം പകരുകയും ഒരു നാടിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു വലിയ മഹത്തായ യജ്ഞമാണ് ഈ മാധ്യമപ്രവർത്തകർ ചെയ്തിരുന്നത്. ആ ചെയ്യുന്നതിനൊപ്പം അതിനർഹമായ ഒരു പ്രതിഫലം ലഭിക്കാതെയാണ് അവർ ഈ സാമൂഹ്യ സേവനം, അതൊരു തരം സാമൂഹ്യ സേവനമാണ്, ആ സേവനം ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അവർ വിരമിച്ചു കഴിയുമ്പോൾ അവർക്ക് വേണ്ട ഉചിതമായ ഒരു സാമൂഹ്യ സുരക്ഷ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അവർക്ക് സാമൂഹ്യ സുരക്ഷ നൽകേണ്ട ഒരു ഉത്തരവാദിത്തം സമൂഹത്തിനുണ്ട്, സർക്കാരിനുണ്ട്. അവർക്ക് വേണ്ട ആരോഗ്യ പരിരക്ഷാ പദ്ധതികൾ, അവർക്ക് ആവശ്യമായ പെൻഷൻ, അങ്ങനെ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് നൽകേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിനും സർക്കാരിനുമുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അവസരത്തിൽ, ഈ സമ്മേളന ഘട്ടത്തിൽ പ്രധാനമായിട്ടും 3-4 കാര്യങ്ങൾ സർക്കാരിനോട്, സമൂഹത്തോട് ആവശ്യപ്പെടുന്നത്. ഒന്ന്, ആരോഗ്യപരമായി ഒറ്റപ്പെട്ടും ഒക്കെ ജീവിക്കേണ്ടി വരുന്ന മാധ്യമപ്രവർത്തകരെ പരിരക്ഷിക്കാൻ ഉചിതമായ മാധ്യമ ഭവൻ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ആവശ്യം. വിരമിച്ച മാധ്യമപ്രവർത്തകരുടെ അവകാശങ്ങൾ, ആവശ്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള മീഡിയ കമ്മീഷൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുക. അങ്ങനെ ഒരു മീഡിയ കമ്മീഷൻ രൂപീകരിക്കുക. അതില് മാധ്യമപ്രവർത്തകരുടെയും വിരമിച്ച മാധ്യമപ്രവർത്തകരുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള മാധ്യമ കമ്മീഷനിലൂടെ വിരമിച്ച മാധ്യമപ്രവർത്തകർക്കും നിലവിലുള്ള മാധ്യമപ്രവർത്തകർക്കുമുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക എന്ന ഒരു വലിയ ലക്ഷ്യമാണ്. ഈ ആവശ്യവും ഉന്നയിച്ച് നമ്മൾ കേന്ദ്ര സർക്കാരിന്, കേന്ദ്ര തലത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് നമ്മൾ നിവേദനം നൽകിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് നൽകുന്ന പെൻഷൻ അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. നിലവിൽ കഴിഞ്ഞ സർക്കാർ വർദ്ധിപ്പിച്ച പെൻഷൻ ഇതുവരെയും അനുവദിച്ചു കിട്ടിയിട്ടില്ല. അപ്പം പെൻഷൻ 15,000 രൂപയെങ്കിലും ആക്കി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ ഒരു പ്രധാന ആവശ്യം. മറ്റു പല സംസ്ഥാനങ്ങളിലും 20,000 രൂപയൊക്കെ പെൻഷൻ നൽകുന്ന സംസ്ഥാനങ്ങളുണ്ട്. നേരത്തെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അലക്സാണ്ടർ സാം സാർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്ത്യയിലെ 20 സംസ്ഥാനങ്ങളിലേക്ക് സീനിയർ ജേർണലിസ്റ്റുകളുടെ ഈ കൂട്ടായ്മ, ഈ സംഘടനാ സംഭവം വളരെ വ്യാപകമായി വ്യാപിച്ച് അതൊരു വലിയൊരു സംഘടനാ സെറ്റപ്പായി ഒരു ശക്തിയായി മാറി. ആ ശക്തി പ്രയോജനപ്പെടുത്തണം. ഈ മാധ്യമപ്രവർത്തകരുടെ ഒരുപാട് കാലത്തെ അറിവും ജ്ഞാനവും പ്രവർത്തന പരിചയവുമുള്ള ഈ മാധ്യമപ്രവർത്തകരെ വിവിധ സർക്കാർ തലങ്ങളിൽ തന്നെ വിവിധ മേഖലകളിലായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട്, അവരുടെ സേവനം പ്രയോജനപ്പെടുത്താനായിട്ട് സർക്കാർ തയ്യാറാകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സമ്മേളനത്തിൽ ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും അനുകൂലമായ ചില നിലപാടുകൾ എടുക്കും എന്നുള്ള പ്രതീക്ഷയാണ് സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന് ഉള്ളത്. സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ മനോഹരമായ ഒരു ഫോട്ടോ പ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ചരിത്രമുറങ്ങുന്ന ഐതിഹാസികമായ ഒരുപാട് മുഹൂർത്തങ്ങളുടെ, കൗതുകങ്ങൾ ഉണർത്തുന്ന ഒരുപാട് വിസ്മയ രംഗങ്ങളുടെ എല്ലാം മനോഹരമായ ചിത്രങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിച്ചിരിക്കുന്നത്. ഏതാനും വർഷം മുമ്പ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ പെരുമൺ ദുരന്തത്തിൽ 105 പേർ കൊല്ലപ്പെടുകയുണ്ടായി. പെരുമൺ ട്രെയിൻ ദുരന്തം, അതിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ അടക്കമുള്ള ഫോട്ടോകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം വസ്ത്രമൊന്നുമില്ലാതെ കോവളത്ത് കടലിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമടക്കം വളരെ ചരിത്രമുറങ്ങുന്ന പലതരത്തിലുള്ള കൗതുകമുണർത്തുന്ന ചിത്രങ്ങളടങ്ങിയ ഒരു പ്രദർശനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വളരെ കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. എല്ലാവരും ഈ ഫോട്ടോ പ്രദർശനം കാണാനായിട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.